ഇന്നത്തെ തിരക്കേറിയ ജീവിതത്തിൽ മുട്ടുവേദനയും അതുപോലെ തന്നെ കഴുത്ത് വേദനയും പലർക്കും ഒരു സാധാരണ പ്രശ്നങ്ങളാക്കിയിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഉണ്ടാകുന്ന കാലിൽ അതുപോലെ തന്നെ കഴുത്തിലേക്ക് വേദനകളും കാര്യങ്ങളൊക്കെ. എന്നാൽ ഇത് നിസ്സാരമായി കാണരുത് കേട്ടോ. നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന ഒരു കുറച്ച് സാധനങ്ങൾ കൊണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് തുടക്കത്തിൽ തോന്നി തുടങ്ങുവാണെങ്കിൽ നമുക്കൊരു മാറ്റിയെടുക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഈ ഒരു മുട്ടുവേദനയും കഴുത്ത് വേദനയും നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു 2-3 ഐറ്റം വെച്ച് നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഇതെങ്ങനെ കുറയ്ക്കാം എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് കുറച്ച് കല്ലുപ്പാണ്. ഇതുപോലെ ഒരു പിടി കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് വിക്സ് ആട്ടോ. അതുപോലെ ഒരു നുള്ള് വിക്സ് ഇട്ട് കൊടുക്കാം. എനിക്ക് മിക്കപ്പോഴും ഈ ഒരു പല്ലിലേക്കുള്ള വേദനയും കാര്യങ്ങളൊക്കെ മിക്കപ്പോഴും തന്നെ വരാറുണ്ട്. അപ്പം ഞാൻ ഈ ഒരു രീതിയാണ് ചെയ്യുന്നത്, കൂടുതലായിട്ടും ചെയ്യുന്നത്. ഒരു 2 ദിവസം ഇതുപോലെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ ആ വേദനയും കാര്യങ്ങളൊക്കെ ഒരുപാട് കുറഞ്ഞ് കിട്ടും കേട്ടോ. പിന്നെ വേണ്ടത് വിനാഗിരിയാണ്. ഇതുപോലെ കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ചെറിയതായിട്ടൊന്ന് അടുപ്പിൽ വെച്ചൊന്ന് ചൂടാക്കട്ടോ. തിളയ്ക്കൊന്നും വേണ്ട, ഒരു ചെറിയ രീതിയിലൊന്ന് ചൂടാക്കി എടുത്താൽ മതി. പിന്നെ നമുക്കതുപോലെ തന്നെ പാകത്തിന് ഇതുപോലൊരു കോട്ടൺ ടവൽ ഉപയോഗിച്ച് നമുക്ക് കൈമുട്ടിലും കാൽമുട്ടിലും ഒക്കെ ഇതുപോലെ ഒന്ന് തൂത്ത് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള വേദനകളൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞു കിട്ടും കേട്ടോ. അതുപോലെ നമുക്ക് പെടലിക്ക് ഉണ്ടാകുന്ന വേദനയും കാര്യങ്ങളൊക്കെ ഇല്ല, അതുപോലെ പെടലിക്ക് ഇതുപോലെ ഒന്ന് തൂത്ത് കൊടുക്കുകയാണെങ്കിലും നല്ല വ്യത്യാസം കാണാം കേട്ടോ. ഇതുപോലെ 2 ദിവസം ഇതുപോലെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ മാറ്റം കിട്ടുന്നതായിരിക്കും. ഇതുപോലെയുള്ള ചെറിയ വീഡിയോസൊക്കെ ഒന്ന് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. പുതിയ വീഡിയോ നാളെ വീണ്ടും കാണാം.